പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം സാക്ഷരതയുള്ള ശാസ്ത്രീയ മനോവൃത്തിയുണ്ടെന്ന് കരുതുന്ന നമ്മുടെ നാട്ടിൽ മാത്രം അന്ധവിശ്വാസ നിരോധന നിയമം ഇതുവരെയും പാസ്സാക്കിയിട്ടില്ല. കേരളത്തിലും വേണ്ടേ അന്ധവിശ്വാസ നിരോധന നിയമം? ജനങ്ങളുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. അന്ധവിശ്വാസം എന്തായാലും തെറ്റാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. നമുക്ക് ആർക്കും അതിന് എതിർക്കാനൊക്കതല്ല. നടപ്പിലാക്കിയാൽ കൊള്ളാം. തീർച്ചയായിട്ടും അന്ധവിശ്വാസ നിരോധന നിയമം നമുക്കിവിടെ അത്യാവശ്യമാണ്. കാരണം അത് ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റാണ്. സമാധി എന്ന് പറയുന്നത് ഇപ്പം നമുക്കത് അദ്ദേഹം മരിച്ചതാണോ അതോ ജീവനോടെ ഇതാക്കിയതാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുന്ന രീതിയിൽ ഉറപ്പായിട്ടും നിയമങ്ങൾ ഭേദഗതി വരുത്തണം തന്നെയാണ്. ആ ആളിനെ കൊന്നിട്ട് അതിനകത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അസത്യം പുറത്തു വന്നല്ലേ പറ്റത്തുള്ളൂ. ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ മരണപ്പെട്ടതല്ലേ. അപ്പം മതത്തെ മുൻനിർത്തി അതിനെ ഹൈഡ് ചെയ്യാൻ നോക്കുന്നത് ഒരു തെറ്റായ രീതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അന്ധവിശ്വാസം നിരോധിക്കണം. ഇപ്പോഴും അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പോഴത്തെ കാലത്തൊക്കെ? അന്ധവിശ്വാസം അത് നിരോധിക്കണം. ഏത് ജാതിയിലായാലും മതത്തിലായാലും മൊത്തത്തിൽ. അന്ധവിശ്വാസം എന്ന് പറയുന്നത് ആളുകൾ കാണിച്ചു കൂട്ടുന്ന വേണ്ടാഴിയാണ്. അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് അടിയും വഴക്കുണ്ടാക്കുന്നു. കാരണം അന്ധവിശ്വാസത്തിൻ്റെ ഒരു മറവിൽ കുറേ ക്രൈം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അന്ധവിശ്വാസം അങ്ങനത്തെ ഒരു വിശ്വാസമാണ്. ഇപ്പം തന്നെ കേസ് കണ്ടില്ലേ, അവരുടെ ബോഡി ഇപ്പം എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല. അവർ പറയണത് ഇങ്ങനെ എന്താണ് സമാധിയായി. പക്ഷെ അത് നമുക്കറിയില്ലല്ലോ. നമുക്കിപ്പോൾ ഒരാളെ കൊന്നു കുഴിച്ചിട്ട് സമാധിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇതായില്ലേ. പൊതുജനങ്ങൾ ഒന്നടങ്കം പറയുന്നു അന്ധവിശ്വാസ നിരോധന നിയമം വേണം. പൊതുജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും സർക്കാരും രാഷ്ട്രീയ സംവിധാനങ്ങളും അന്ധവിശ്വാസ നിരോധന നിയമം 4 തവണ പാസ്സാക്കാൻ ശ്രമിച്ചിട്ടും നിയമസഭയിൽ ഇത് പാസ്സാക്കാതിരിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്?